നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാബായി ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. വെള്ളത്താൽ ചുറ്റപ്പെട്ട തീരപ്രദേശവും കാർഷിക മേഖലയുമായ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാബായി ഉണ്ട്. നമസ്കാരം ശ്രീമതി ഗിരിജ. ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്നത്. തീരപ്രദേശമായതുകൊണ്ട് തന്നെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്താനാവുക? മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മളെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും പിന്നെ വല, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന വലകളും മറ്റ് സാധന സാമഗ്രികളും വള്ളങ്ങളും ഒക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവർക്ക് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഉപ്പുവെള്ളം കയറുന്ന പ്രദേശങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഓരുമുട്ട് സ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഓരുമുട്ട് സ്ഥാപിക്കുന്നതിനുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗവൺമെന്റിന് തന്നെ വലിയൊരു പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ വേണ്ടി വരും ആ പ്രോജക്റ്റ് നടപ്പിലാക്കണം. അതുകൊണ്ട് അതിന് കാലതാമസം വന്നുവെന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ കളക്ടറുമായി ആലോചിച്ച് അടുത്ത പ്രാവശ്യം വെള്ളക്കടവ് ഭാഗത്ത് താൽക്കാലികമായി ഒരു മുട്ടിട്ടുകൊണ്ട് ഒരു വെള്ളം തടയുന്നതിന് സംവിധാനം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയോളം വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഓരുമുട്ടുകൾ ഇടുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും മഴക്കാലം എത്തി വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ടോ പഞ്ചായത്തിൽ? ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്? വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശമല്ല കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. കാരണം ചുറ്റും തോടുകൾ ഉള്ളത് കൊണ്ട് പൊതു തോടുകളിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന സംവിധാനമുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ മുട്ടുകളും ഓടകളും ഒക്കെ അടങ്ങിയിരിക്കുന്നതിന്റെ ഭാഗമായി ചിലയിടത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിന് സംയോജിതമായി തന്നെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് വെച്ച് നമ്മൾ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ എല്ലാ വാർഡുകളിലും ചെയ്ത് വെള്ളപ്പൊക്കം തടയുന്നതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം മഴക്കാലം നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗ്രാമപഞ്ചായത്തിൽ? തീർച്ചയായിട്ടും കഴിഞ്ഞായിരുന്നു. ജൂൺ തുടങ്ങുന്ന, അതായത് മെയ് അവസാനത്തോടു കൂടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും അല്ലാതെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയത് കൊണ്ട് വലിയൊരു പ്രശ്നം ഈ പ്രാവശ്യം കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വെള്ളപ്പൊക്കവുമായി ഉണ്ടായില്ല. നിരവധി മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും പ്രധാന ഊന്നൽ നൽകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത്. പ്രഭാത ഭക്ഷണത്തിനടക്കം ഫണ്ട് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതായത് സ്കൂളിനാണ് നമ്മുടെ ഫണ്ടിൽ കൂടുതലും സ്കൂളിന് തന്നെയാണ് നമ്മൾ വെക്കാറുള്ളത്. ഈ പ്രാവശ്യം പ്രഭാത ഭക്ഷണം നമ്മൾ നടപ്പിലാക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് നമ്മൾ ക്യാമറകൾ ഫിറ്റ് ചെയ്ത് മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും നമ്മൾ ബയോബിന്നുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ബയോഗ്യാസ് ഉണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് സ്കൂളിന് വേണ്ടി ചെയ്യാറുണ്ട്. നമുക്ക് ഒരൊറ്റ സ്കൂളേ ഉള്ളൂ പഞ്ചായത്തിന്റെ, ഗവൺമെന്റ് UPS മഹാദേവികാട്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചു, കാർഷിക മേഖലയാണ്, തെങ്ങാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. കേരഗ്രാമം പദ്ധതി അടക്കം നടപ്പിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? കാർഷിക മേഖലയിലാണ് നമ്മൾ കൂടുതൽ ഫണ്ട്, അതായത് ഈ വർഷവും നമ്മൾ 17 ലക്ഷം രൂപയോളം കാർഷിക മേഖലയ്ക്ക്, അതായത് ഇടവിള കിറ്റ്, ജൈവവളം, അങ്ങനെ കുറെ പദ്ധതികൾ നമ്മൾ, പച്ചക്കറി വിത്തുകള്, പച്ചക്കറി തൈകള്, അങ്ങനെ കുറെ പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. കൃഷിഭവനാണ്, അതായത് അതിനോടൊപ്പം തന്നെയാണ് കേരഗ്രാമം വന്നത്. കേരഗ്രാമം പദ്ധതിയിലൂടെ ജനങ്ങളുടെ, അതായത് നമ്മുടെയൊക്കെ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കലും മരുന്നടിക്കലും അതിലൊരു വലിയൊരു പ്രോജക്റ്റായി നമ്മൾ നടപ്പിലാക്കി വൻ വിജയമായിരുന്നു അത്. തീർച്ചയായിട്ടും പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി യൂസർ ഫ്രീ ആയിട്ടുള്ള മാലിന്യം സംസ്കരിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ഹരിതകർമ്മ സേനയിലൂടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നമ്മൾ നടത്താറുണ്ട്. എല്ലാ മാസവും
ഹരിതകർമ്മസേന 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വീടുകൾ സന്ദർശിക്കുകയും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ അതിന് തൊട്ടടുത്ത ദിവസങ്ങൾ അത് സെഗ്രിഗേറ്റ് ചെയ്ത് ആലപ്പുഴയിൽ നിന്ന് വരുന്ന അവർക്ക് അത് കൈമാറുകയും ചെയ്യും. പിന്നെ വരുന്നത് നമ്മൾ ഈ കഴിഞ്ഞ മാസം നമ്മൾ പിന്നെ കുപ്പിച്ചില്ലുകൾ ശേഖരിച്ചിരുന്നു. വൻ വിജയമായിരുന്നു. കുപ്പിച്ചില്ലുകൾ ശേഖരിച്ചു അത് കൈമാറുകയും ചെയ്തു. പിന്നെ ഹരിതകർമ്മസേനയെ സംബന്ധിച്ചിടത്തോളം 1-ാമത്തെ യൂസർ ഫീ കരസ്ഥമാക്കിയ ആദ്യത്തെ പഞ്ചായത്തായിരുന്നു കാർത്തികപ്പള്ളി. അതുപോലെ തന്നെ അവർക്ക് അധിക വരുമാനം കിട്ടുന്നതിന് വേണ്ടി നമ്മള് പിന്നെ തയ്യൽ യൂണിറ്റ് തുടങ്ങി. അതുപോലെ തന്നെ പ്ലേറ്റും ഗ്ലാസുകളും അവർക്ക് അധിക വരുമാനം കിട്ടുന്നതിന് വേണ്ടി വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനുകൾ അവർ തീർച്ചയായും നേരത്തെ മുൻകൂട്ടി പഞ്ചായത്തിൽ അറിയിക്കുകയും അങ്ങനെ നമ്മൾ ഇടപെട്ട് ഈ പാത്രങ്ങൾ അവർക്ക് കൈമാറി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹരിതകർമ്മസേന ഏറ്റവും നല്ലോണം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. പിന്നെ ബയോബിന്നുകളുണ്ട്. ജി ബില്ലുകൾ നമ്മൾ വീടുകളിലേക്ക് ഈ പ്രാവശ്യം വലിയൊരു പ്രോജക്റ്റ് വെച്ച് 11 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ച് ജി ബിന്നുകൾ വിവിധ വാർഡുകളിലേക്ക് കൊടുത്ത് ഈ പ്രാവശ്യവും വീണ്ടും നമ്മൾ അത് ആ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ ബൂത്ത് ഉണ്ട് മിക്ക പ്രദേശങ്ങളിലും. പിന്നെ MCF ഉണ്ട്, മിനി MCF ഉണ്ട്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് വയോജന സൗഹൃദ പഞ്ചായത്താണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? വയോജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു കാലമല്ലേ. കാരണം നമുക്കറിയാം വീടുകളിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് കാർത്തികപ്പള്ളി എടുക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമായിരുന്നു. അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ വയോജനങ്ങൾക്ക് ആവശ്യമുള്ള അവരെന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതിനുള്ള ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ, അതുപോലെ അവർക്ക് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വയോജന ക്യാമ്പ് ആയിട്ടുള്ള പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായിട്ടും പാലിയേറ്റീവ് പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. 125 പാലിയേറ്റീവ് രോഗികളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഡയാലിസിസ് പ്രവർത്തനം അടക്കം ത്വരിതപ്പെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്, അല്ലേ? അതെ, 125 പാലിയേറ്റീവ് ആൾക്കാരുണ്ട്. നമ്മൾ വാഹനം വാടകയ്ക്ക് എടുത്തുകൊണ്ട് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും ഓരോ വാർഡുകളിലായി പാലിയേറ്റീവ് രോഗികളെ സന്ദർശിക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവിന് പ്രത്യേക ഒരു നഴ്സിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നതും എല്ലാം പഞ്ചായത്ത് തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഡയപ്പർ അല്ലെ മറ്റെന്താണോ അവർക്ക് വേണ്ടുന്ന മരുന്നുകളും എല്ലാ കാര്യങ്ങളും കൃത്യമായി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ ഡയാലിസിസ് കിറ്റുകൾ കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ പ്രോജക്റ്റ് വെച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലും എടുത്തു പറയേണ്ട നേട്ടങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള ഒരു സാഹചര്യം കൂടുതലുള്ള കാലഘട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്കാണ് ഇനി പോകുന്നത്. എങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനമൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്? നമ്മൾ മഴക്കാലപൂർവ്വം, അതായത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട് ഡോക്ടറെയും JHIമാരെ HIമാരെയും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശാവർക്കർമാർ എല്ലാവരുടെയും മീറ്റിംഗ് പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിരുന്ന് അവിടെ വെച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരുന്നു. കൂത്താടികൾ കൂടുതലുള്ള ഭാഗത്ത് അതിന് ചെയ്യേണ്ട സാധനങ്ങൾ ഇടാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത്, പിന്നെ ഇതിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരെ വീടുകളിലേക്ക് വിട്ട് ഡെങ്കിപ്പനികളും മറ്റും വരാതിരിക്കുന്നതിന്റെ മുൻകരുതലുകളായി വെളിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ചിരട്ടകളെല്ലാം അത് നോക്കണമെന്നും അത് വലിച്ചെറിയരുതെന്നും ഒക്കെ ഉള്ള ഒരു ക്ലാസ് പോലെ തന്നെ എല്ലാ വീടുകളിലും നിർദ്ദേശം കൊടുത്തത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇതുവരെയും കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഒരു രോഗം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടും നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ് ഭിന്നശേഷിക്കാരുടെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താനാവുക? തീർച്ചയായിട്ടും ഭിന്നശേഷി കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർക്കുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച് ഈ പ്രാവശ്യം അവരുടെ ഗ്രാമസഭയിൽ കൊടുക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഗ്രാമസഭ മഴക്കാലമായതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റിയില്ല. കാരണം അറിയാലോ ഭിന്നശേഷിക്കാരാണ്, അവർക്ക് വന്നെത്താനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവർക്ക് വിതരണം ചെയ്യും. അടുത്ത ഗ്രാമസഭയിൽ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ നമ്മൾ വീണ്ടും അവർക്ക് വെച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭവനം എന്ന് പറയുന്നത്. പാർപ്പിട പദ്ധതിയൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? 70 സെന്റ് സ്ഥലത്ത് 12 വീടുമായിട്ടുള്ള ഒരു ലൈഫ് സങ്കേതമടക്കമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. 260 ലൈഫിന്റെ വീടിന്റെ ഗുണഭോക്താക്കളുടെ അപേക്ഷ നമ്മൾക്കുണ്ടായിരുന്നു. 160ഓളം നമ്മൾ എഗ്രിമെന്റ് വെച്ച് 125 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. വളരെ വിജയകരമായാണ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു 70 സെന്റ് സ്ഥലം വാങ്ങിച്ചതും അത് കണ്ടെത്തി ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് നമ്മൾ പൈസയും കൊടുത്തു. സ്ഥലവും വീടും വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ട് അങ്ങനെ 12 വീട്ടുകാർ ഒന്നിച്ചൊരു കുടക്കീഴിൽ എന്ന പോലെ ലൈഫ് സങ്കേതമുണ്ട് നമുക്ക്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫ് വെള്ളമായാലും കറണ്ടുകളായാലും എല്ലാം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണം തന്നെയാണ് നമ്മൾക്കുണ്ടാകുന്നത്. ഇതുവരെയും ഒരു സമരമോ മറ്റൊന്നോ നടക്കാത്ത ഒരു പഞ്ചായത്താണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. പിന്നെ നമ്മൾക്ക് ഉള്ള ഒരു വിഷമം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഒരു മുട്ട് നടപ്പിലാക്കാത്തതിലുള്ള ജനങ്ങളുടെ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഗ്രാമസഭകളിൽ ചെന്ന് ഞങ്ങൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും പരിഹാരം കാണുമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിഷേധങ്ങളും ചെറിയ രീതിയിൽ അങ്ങുമിങ്ങുമുള്ള ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും മാറ്റപ്പെട്ടു. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കുടിവെള്ള പദ്ധതിയൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? കുടിവെള്ള പദ്ധതി ഭരണസമിതി കയറിയ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും മുൻതൂക്കം കൊടുത്തതും കുടിവെള്ള പദ്ധതിക്ക് തന്നെയായിരുന്നു. അതിന്റെ ഫലമായിട്ട് 3 കുടിവെള്ള പദ്ധതി നമ്മൾ വെച്ചു. 3 എണ്ണം വെച്ചപ്പോൾ 45 ലക്ഷം രൂപയോളം പഞ്ചായത്തും വെച്ച് മറ്റ് 2 കുടിവെള്ള പദ്ധതിക്ക് MLA-യുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹായം ഉണ്ടായിരുന്നു. ആ 2 എണ്ണം കുടിവെള്ള പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്ത്. എന്നാൽ പഞ്ചായത്തിൻ്റെത് മാത്രമായി 28 ലക്ഷം രൂപയ്ക്ക് വെച്ച കുടിവെള്ള പദ്ധതിയുടെ പണി പൂർത്തീകരിച്ചു. ഇന്ന് അതിന്റെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് കൂടാതെ തന്നെ ഈ പ്രാവശ്യത്തെ പ്രോജക്റ്റ് നമ്മൾ 3 വാർഡുകളിലേക്ക് വീണ്ടും 3 കുടിവെള്ള പദ്ധതി കൂടി വെച്ചിട്ടുണ്ട്. അതോടുകൂടി കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളത്തിൽ സ്വയം പര്യാപ്തത നേടുന്ന ഒരു പഞ്ചായത്തായി മാറും. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്? സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, വായ്പാ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന പദ്ധതികൾ എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്? വായ്പാ സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് കുടുംബശ്രീ സംവിധാനവുമായി ബന്ധപ്പെട്ട് എല്ലാ കുടുംബശ്രീകൾ, അതായത് ഇഷ്ടം പോലെ ചെറിയ ചെറിയ സംരംഭങ്ങളുണ്ട് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തില്. അതുപോലെ JLG-കളുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളും ഇവിടെ നമ്മള് പിന്നെ മാർക്കറ്റ് നടത്തുന്നുണ്ട്. ജൈവ പച്ചക്കറി വിൽക്കുന്നതിനുള്ള സ്റ്റാളുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പച്ചക്കറികൾ, അതായത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്തത്. വളരെ വൻ വിജയമായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ വിറ്റുവരവ് വന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ വിപുലമായ രീതിയിലാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ സംവിധാനത്തിലൂടെ മുളക് പൊടി, അങ്ങനെ ഓരോ സംരംഭങ്ങളും, ഉപ്പേരികള്, അങ്ങനെ ഓരോ സംരംഭങ്ങളും നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പഞ്ചായത്തും ചെയ്യാറുണ്ട്, കുടുംബശ്രീ സംവിധാനവും ചെയ്യാറുണ്ട്. ശ്രീമതി ഗിരിജ, ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങൾ എത്രത്തോളമാണ് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഗ്രാമീണ റോഡുകൾ ഏകദേശം എല്ലാ വാർഡുകളിലും നമ്മൾ റോഡുകൾ നവീകരിച്ചിരുന്നു. പക്ഷേ ജലജീവൻ മിഷന്റെ പൈപ്പ് ഇടിയിലുമായി ബന്ധപ്പെട്ട് സൈഡുകൾ വെട്ടിപ്പൊളിച്ചത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ നല്ല നല്ല റോഡുകൾ നമ്മൾ ചെയ്യാറുണ്ട്. MLA-യുടെ റോഡുകളുണ്ട്, പ്രധാനമന്ത്രിയുടെ റോഡുകളുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകളുണ്ട്. അതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് എല്ലാ വർഷവും എല്ലാ മെമ്പർമാർക്കും ഒരു നിശ്ചിത തുക കൊടുത്തുകൊണ്ട് എല്ലാ വാർഡിലെ റോഡുകളുടെ വികസനം നടക്കുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന്റെ ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും കൂടി ഉപയോഗിച്ച് 1 കോടി രൂപയോളം വരത്തക്ക രീതിയിലുള്ള മെയിൻ ലൈൻ, അതായത് സ്ട്രീറ്റ് ലൈൻ നമ്മൾ വലിക്കാൻ തുടങ്ങി. സ്ട്രീറ്റ് ലൈൻ കുറെ വലിച്ച് ലൈറ്റുകൾ ഇട്ട് ഇപ്പൊ വീണ്ടും 60 ലക്ഷം രൂപയുടെ സ്ട്രീറ്റ് ലൈൻ വലിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ വാർഡുകളിലായിട്ട് മിക്ക വിഭാഗങ്ങളിലും ലൈറ്റും വെട്ടവും എത്തിക്കാനുള്ള സംവിധാനം കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മികച്ച വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഗ്രാമപഞ്ചായത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാരണം ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് കാർത്തികപ്പള്ളി എങ്കിലും എല്ലാ മെമ്പർമാരും സാധാരണക്കാരായ മെമ്പർമാരാണ് ഇവിടെ ഉള്ളവരെല്ലാം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വരെയും അങ്ങനൊരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നു.
ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നത്. തീരപ്രദേശമാണ്, കാർഷിക മേഖല കൂടിയായിട്ടുള്ള കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയ്ക്കാണ് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്നത്. കാർഷിക മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ശ്രീമതി ഗിരിജ, ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്? നമ്മൾ ലഹരി വിരുദ്ധ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർഡുകളിലും നമ്മൾ ക്യാമ്പയിൻ നടത്തി. കുട്ടികളെയും രക്ഷകർത്താക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാവിധ പ്രവർത്തനങ്ങളും വാർഡുകളിൽ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള കുട്ടികൾക്കുള്ള സൗജന്യമായിട്ടുള്ള ലാപ്ടോപ്പ് വിതരണം, അതുപോലെ തന്നെ ഗ്രാന്റുകൾ, സ്കോളർഷിപ്പ് വിതരണമൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? എല്ലാ വാർഡിലെയും നമ്മൾ ഒരാൾക്കെങ്കിലും ലാപ്ടോപ്പും പിന്നെ സ്കോളർഷിപ്പും ഉണ്ട് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നോക്ക അതായത് SC കുട്ടികൾക്ക് പഠനമുറി കൊടുക്കുന്നുണ്ട്. അവർക്ക് ലാപ്ടോപ്പും പഠനമുറിയും പിന്നെ സ്കോളർഷിപ്പ് നൽകാറുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി നേട്ടങ്ങളടക്കം കൈവരിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. പദ്ധതി നിർവഹണത്തിലടക്കം ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പഞ്ചായത്തിനെ സഹായിച്ച പദ്ധതികൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? LSD വർക്കുകളും പിന്നെ കൃഷി വകുപ്പും പിന്നെ നമ്മുടെ ഏറ്റവും വലിയ വിജയം എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും കൃത്യമായി ജോലി ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഈ പ്രാവശ്യം തന്നെ നമ്മൾ 100%. ആലപ്പുഴ ജില്ലയിൽ 10-15 പഞ്ചായത്തുകൾ മാത്രമേ 100% ആയുള്ളെങ്കിൽ പോലും കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 100% പദ്ധതി നിർവഹിച്ച പഞ്ചായത്തുകളാണ്. വിവിധ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയുള്ള ഭാവി വികസന പദ്ധതി നമുക്ക് ഏറ്റവും വലുതുണ്ട്. നമ്മള് ഹാപ്പിനെസ് പാർക്ക്, അതായത് നടക്കുന്നവർക്ക് വിശ്രമിക്കുന്നതിനും മറ്റുമായി നമ്മൾ പഞ്ചായത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഹാപ്പിനെസ് പാർക്ക് ഇപ്രാവശ്യത്തെ പ്രോജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ വലിയൊരു പദ്ധതിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പദ്ധതിയായി കാണിക്കാൻ ഇഷ്ടപ്പെട്ടെടുത്തതായിരുന്നു ശ്മശാനം. സ്ഥലമുണ്ടെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഇന്ന് ആ സ്ഥലം അവിടത്തേക്ക് വഴിക്ക് വിട്ടുതരേണ്ട ആൾ ഇന്നിവിടെ വരികയും അത് വിട്ടുതരാമെന്ന് പറയുകയും ചെയ്തപ്പോൾ തീർച്ചയായും നമ്മുടെ ഏറ്റവും വലിയൊരു പദ്ധതിയായിരിക്കും. കാരണം കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വീടുകൾ, അതായത് കോളനികളുണ്ട്. ഈ കോളനികളിൽ 4-5 സെന്റ് താമസിക്കുന്നവർക്ക് ഒരു മരണമുണ്ടായ ശരീരം മറവ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പഞ്ചായത്താണ്. അപ്പൊ ഈ ശ്മശാനം തീർച്ചയായും ഒരു വൻ വിജയമായി തീരും. അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും നിരവധി ഭാവി പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ആലപ്പുഴ ജില്ലയാണ് ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണോ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത്? എങ്ങനെയാണ് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നത്? ടൂറിസം സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ അത് പ്രയോജനപ്പെടുത്തിയില്ല. കാരണം സ്വകാര്യ വ്യക്തികൾ പ്രയോജനപ്പെടുത്തിയെങ്കിലും വൻ രീതിയിൽ അതൊന്നും വിജയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അതേ ടൂറിസത്തെ തൊടാതിങ്ങനെ ഇരിക്കുകയാണ്. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഭാവി പദ്ധതികളിൽ ടൂറിസവും യാഥാർത്ഥ്യമാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചു, വെള്ളത്താൽ ചുറ്റപ്പെട്ട ജലാശയങ്ങളൊക്കെയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. എങ്ങനെയാണ് പൊതുജലാശയ സംരക്ഷണമൊക്കെ എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്? പൊതുജല സംരക്ഷണം നമുക്ക് കുറെ തോടുകളൊക്കെ ഉള്ളായിരുന്നു മാലിന്യമുക്തമായി കിടന്ന്. അത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് നമ്മൾ മാലിന്യ മുക്തമാക്കി മാറ്റുകയുണ്ടായി. പിന്നെ നമുക്ക് ഇവിടുത്തെ വലിയൊരു എന്തോന്നെന്ന് പറഞ്ഞാൽ ഫിഷറീസ് ശരിക്കും മത്സ്യത്തൊഴിലാളികൾ മീൻ വളർത്തൽ കണ്ടു. ഇവിടെ ഒത്തിരി ഏക്കർ കണക്കിന് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് വളരെ വിജയകരമായ രീതിയിൽ ഒരു കൊഞ്ച് കൃഷി നമ്മളിവിടെ നടപ്പിലാക്കപ്പെട്ടു. നല്ലൊരു വിളവെടുപ്പായിരുന്നു നടപ്പിലാക്കിയത്. തോടുകളും മറ്റും നമ്മൾ മാലിന്യമുക്തമാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു കളിസ്ഥലം നിലവിലുണ്ടോ? എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? കുട്ടികൾക്ക് വേണ്ടുന്ന കളിക്കാൻ വേണ്ടുന്ന ബാറ്റ് അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ കൊടുത്തു എന്നല്ലാതെ കാർത്തികപ്പള്ളിക്ക് സ്വന്തമായ ഒരു കളിസ്ഥലമില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്ന് സ്കൂളിലെ കുറച്ച് സ്ഥലം എടുത്തുകൊണ്ട് ഒരു കളിസ്ഥലം നിർമ്മാണത്തിനുള്ള സംവിധാനവുമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും 13 വാർഡുകളാണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവിയുടെ ആക്രമണം ഗ്രാമപഞ്ചായത്തിൽ നേരിടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്?
വന്യജീവികളൊന്നും നമുക്കില്ല. പിന്നെ പട്ടിയുടെ ശല്യമുണ്ട്. അതിലെന്തുവായാലും ആ സമയത്ത് അതുപോലെ നമ്മൾ ഇടപെട്ട് വെറ്റിനറി ഡോക്ടറുമായി ഇടപെട്ടുകൊണ്ട് നമ്മൾ അവർക്ക് മരുന്നുകൾ, അതായത് വാക്സിൻ എടുത്തിരുന്നു. പട്ടികളെയൊക്കെ പിടിച്ച് വാക്സിൻ എടുത്ത്, പിന്നെ നമ്മൾ കായംകുളം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പട്ടികളുടെ വന്ധീകരണം നടത്തുന്നതിനുള്ള ഒരു വലിയ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് നൽകണമെന്ന് പറഞ്ഞ് അങ്ങനെ 2 ലക്ഷം രൂപ നമ്മൾ നൽകി. അതിന്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാലിന്യ സംസ്കരണത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ക്യാമറയൊക്കെ അടക്കം സ്ഥാപിച്ച് എങ്ങനെയാണ് പാഴ്വസ്തുക്കൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന അടക്കമുള്ളത് കണ്ടെത്താൻ വേണ്ടി ക്യാമറ അടക്കം സ്ഥാപിച്ചൊരു പഞ്ചായത്ത് കൂടിയാണ്. ക്യാമറ സ്ഥാപിച്ചതോടുകൂടി നമ്മൾക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടായി. കാരണം മാലിന്യങ്ങൾ വണ്ടികളിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യമൊക്കെ തള്ളുന്ന ഒരു വലിയൊരു പ്രശ്നം നമ്മൾ നേരിട്ടിരുന്നു. പക്ഷെ ക്യാമറകൾ വെച്ചതോടുകൂടി ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആരോഗ്യരംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള സാംസ്കാരികോത്സവങ്ങളൊക്കെ എങ്ങനെയാണ്? കേരളോത്സവം പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നടത്തുന്നുണ്ട്. എല്ലാ വർഷവും കേരളോത്സവം ഇവിടെ നടത്താറുണ്ട്. ഇവിടുത്തെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ വരെ പോയി 1ാം സ്ഥാനത്തൊക്കെ എത്തിയ മിടുക്കരായ കുട്ടികൾ നമുക്കുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തടക്കം മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മഴക്കാലം എത്തിയതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏറ്റവും ത്വരിതപ്പെടുത്തി നടത്താനുള്ളതുമല്ലേ? അതെ, തീർച്ചയായിട്ടും മഴക്കാലപൂർവ്വമായി ബന്ധപ്പെട്ട് മിക്കയിടത്തും വൃക്ഷങ്ങളൊക്കെ വീണ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ഭംഗിയായി പരിഹരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വെള്ളത്താൽ ചുറ്റപ്പെട്ട പുഴകളായുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണം അടക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാലിന്യ സംസ്കരണ രംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ്. എത്ര ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്? MCF സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? 26 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. 13 വാർഡിലുമായി 2 പേര് വീതം 26 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. 9 മിനി MCF ഉണ്ട്. പിന്നെ ട്രോളി ഉണ്ട് അവർക്ക്. പിന്നെ മിനി MCF ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവർക്ക്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അവര് സത്യം പറഞ്ഞ ജീവിക്കുന്ന തന്നെ അവരുടെ ഒരു ജീവിത ഉപാധി തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏകദേശം എല്ലാ ആൾക്കാരും തൊഴിലുറപ്പ് പദ്ധതി പങ്കെടുക്കുന്നവരാണ്. ഈ പ്രാവശ്യം നമ്മൾ വലിയൊരു നേട്ടം കൊയ്തിരുന്ന 670ഓളം പേർക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞത് കാർത്തിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യ സംഭവം തന്നെയായിരുന്നു. വലിയൊരു നേട്ടമാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. പഞ്ചായത്താണ് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. അംഗനവാടികളുണ്ടോ ഗ്രാമപഞ്ചായത്തിൽ? എങ്ങനെയാണ് അംഗനവാടികളുടെ പ്രവർത്തനമൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിക്കുന്നത്? 15 അംഗൻവാടികളുണ്ട്. തീർച്ചയായും അംഗൻവാടികൾ നല്ല പ്രവർത്തനമാണ് പഞ്ചായത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ മുട്ടയും പാലും ഒക്കെ കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഒരു സംരക്ഷണ വലയം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് കാർത്തികപ്പള്ളി നല്ല രീതിയിൽ തന്നെയാണ് അംഗൻവാടികളുടെ പ്രവർത്തനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. തീരപ്രദേശമാണ്, കാർഷിക മേഖലയാണ്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്കാണ് പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. ഓരോ മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങളാണുള്ളത്. മത്സ്യത്തൊഴിലാളികളുള്ള ഗ്രാമപഞ്ചായത്താണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഓരോ മേഖലയാണെങ്കിലും ഗ്രാമീണ റോഡുകളാണെങ്കിലും ഭവന പദ്ധതി അടക്കം നിരവധി വികസന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. നിരവധി ആദരവും പുരസ്കാരവും അടക്കം ലഭിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആദരവും പുരസ്കാരവും ഒക്കെ ഇത്തരത്തിൽ കൂട്ടായ പ്രയത്നം കൊണ്ട് തന്നെ 13 വാർഡുകളാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. പാർപ്പിട പദ്ധതി ആയാലും വ്യത്യസ്തമായിട്ടൊരു പദ്ധതിയാണ് ലൈഫ് സങ്കേതം എന്ന് പറഞ്ഞത്. ഈ 80 സെന്റ് സ്ഥലത്ത് 12 വീടുകളൊക്കെ നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. ഇവിടുത്തെ ഭരണസമിതിയുടെ ഒത്തൊരുമയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
തീർച്ചയായും ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മികവ് 2023 ഹരിതകർമ്മസേന പ്രവർത്തകർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2021-22 വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആലപ്പുഴ ജില്ലയിലെ രണ്ടാമത്തെ പഞ്ചായത്താണ് കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാബായി പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ഗിരിജാബായി.